ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. വേണ്ട നവേ, ഇന്ന് വ്രതമാണ്, ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഓക്കെ, എന്നാ ഒരേ കരിക്കാവല്ലോ, അതിന് പ്രശ്നമില്ലല്ലോ. ചേട്ടാ, 2 കരിക്ക്. ദാ. കുടിക്കണം. ആദ്യമായിട്ട് ഞാൻ ഐസ്ക്രീം കഴിപ്പിച്ച ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ ശരിക്കും വില്ലനായിരുന്നല്ലേ. പക്ഷെ അന്നും ഒന്നും തമ്മിൽ ഒരു സാമ്യമുണ്ട് കേട്ടോ. എന്താ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് താൻ ഇതുപോലെ നല്ല സൈലന്റ് ആയിരുന്നു. എന്റെ മുന്നിലിരിക്കാൻ പേടിച്ച് ചോളി, ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. അത് നമ്മുടെ പ്രണയത്തിന്റെ ആദ്യ നാളുകളായിരുന്നു. എടോ, അവിടെ ഇവിടെ ഒന്നും ആരും വരില്ല. ഉള്ളവർക്ക് നമ്മളെ നോക്കാൻ നേരമില്ല. താൻ കരുക്കുടിച്ച്. അയ്യോ, എന്താ മുത്തശ്ശി? മോളോട് എന്തെടുക്ക? അതെ, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കായിരുന്നു. അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ. എന്താ മുത്തശ്ശി? ഈ നാശം പിടിച്ച തള കണ്ടോ എന്തോ. ആ, എന്താ അമ്മേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നന്ദ. നാശത്തിന്റെ രൂപത്തിൽ വന്നു കയറിയവര് അത് തന്നെയല്ലേ ചെയ്യൂ. കാര്യം എന്താ? ഇന്നലെ സുമിത്രയുടെ നിർബന്ധപ്രകാരം ഞാൻ ഗാഥയോട് സംസാരിച്ചിരുന്നു. ഇന്ന് ശിവരാത്രി വ്രതം എടുക്കണമെന്ന് പറഞ്ഞു. നിരാഹാരമാണ് പ്രധാനമെന്നും അറിയിച്ചിരുന്നു. എന്നിട്ട് എന്തു പറ്റി? ഇപ്പം മുറിയിലിരുന്ന് ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അമ്മ എന്തേ പറയുന്നേ? ഇവിടെ അതൊന്നും പാചകം ചെയ്തിട്ടില്ലല്ലോ. വരുത്താനാണോ പ്രയാസം? അമ്മയൊന്നും പറഞ്ഞില്ലേ? കമഴ്ത്തി വെച്ച കുടത്തിന്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് എന്താ കാര്യം? അവളെ ഉപദേശിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. കാര്യം അവളുടെ പേടി മാറാൻ എന്ത് ചെയ്യണമെന്നാണ് സുമിത്ര എന്നോട് ചോദിച്ചത്. പക്ഷേ ഞാൻ അവളോട് വ്രതം എടുക്കാൻ പറഞ്ഞതും കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞതും നവീന് വേണ്ടിയാ. അതും തൊലച്ചു. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമേ? കർമ്മങ്ങളൊക്കെ
ഇവിടെയാണ് കൃഷ്ണമോളുടെ മഹത്വം മനസ്സിലാവുന്നത്. ജീവൻ പണയപ്പെടുത്തിയ അന്ന് അവള് നിന്നത്. കഠിനമായ വ്രതം ഇടയിൽ വെച്ച് നിർത്തിക്കൊള്ളാൻ നവീൻ നിർബന്ധിച്ചു പറഞ്ഞിട്ട് പോലും അവള് കേട്ടില്ല. താനിത് ചെയ്യുന്നത് നവീന് വേണ്ടിയാ. നവീന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി സ്വന്തം ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്നാ ആ കുട്ടി പറഞ്ഞത്. ഭാഗ്യമില്ലാതായി പോയില്ലേ. അതുകൊണ്ടാണല്ലോ നന്മയെ തള്ളിക്കളഞ്ഞ് തിന്മയെ ചുമക്കേണ്ടി വന്നത്. അമ്മ ഇനി അതിന്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇതിങ്ങനെ നടന്നു പോട്ടെ. ആ ഇനിയിപ്പൊ അതല്ലേ മാർഗമുള്ളൂ. പക്ഷേ നവീന്റെ കാര്യം ആലോചിക്കുമ്പോഴാ സങ്കടം. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും അവന്റെ കൂടെയുള്ളവള് തയ്യാറല്ല. അവനൊരു നന്മ വരുന്നതും അവൾ ആഗ്രഹിക്കുന്നില്ല. പാവം കൃഷ്ണമോള്. അവൾക്ക് ഈ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം. അവള് നോമ്പെടുക്കുന്നുണ്ടാവും, അവള് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതെങ്കിലും ഭഗവാൻ സ്വീകരിക്കട്ടെ. എന്റെ നാഗദേവതകളെ എല്ലാം നേരെയാക്കണേ. എടോ, എന്റെ മുഖത്തിന് ഇപ്പൊ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്താ? എന്താണെന്ന് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. എന്തോ ഒരു തിളക്കം. മനസ്സിലെ സന്തോഷ. പിന്നെ എനിക്കിഷ്ടം ഈ ഗാഥയെ കേട്ടോ. സിമ്പിളായ ചെറിയ ചെറിയ വാക്കുകളിൽ സംസാരിക്കുന്ന, സംസാരത്തിൽ സ്വീറ്റ്നെസ് ഉള്ള ഈ ഗാഥ. ഇനി ഒരിക്കലും ഇന്നലെ കണ്ട ഗാഥ ആവരുത്. ഇത് തന്നെ മതി. പിന്നെ എന്റെ സ്വഭാവത്തില് തനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചേഞ്ച് ചെയ്യേണ്ട എന്തെങ്കിലും? ഇല്ല. അല്ല, അങ്ങനെ പെട്ടെന്ന് മറുപടി ഒന്നും പറയണ്ട. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നവീനെ പോലെ ഒരാള് ഒരു പെൺകുട്ടിയുടെ ഭാഗ്യ. ദൈവം മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചാലേ ഒരാൾക്ക് നവീനെ സ്വന്താക്കാൻ പറ്റൂ. എനിക്കതിനുള്ള ഭാഗ്യമുണ്ട്. ഈ സ്നേഹം എനിക്ക് കുറച്ചെങ്കിലും കിട്ടിയല്ലോ. ബാക്കിയോ? ബാക്കി ഞാൻ ആർക്കാ കൊടുക്കുക? എല്ലാം തനിക്ക് തന്നെ. അയ്യോ, നേരം വൈകി. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. എന്തെങ്ങനെ ചിരിക്കുന്നേ? അല്ല, ചില കാമുകിമാര് കൂടെ നിൽക്കുന്ന കാമുകന്മാരോട് പറയും, അച്ഛൻ വരുമ്പോ ഞാൻ വീട്ടിലില്ലെങ്കിൽ ശരിയാവില്ല, പോട്ടെ എന്നൊക്കെ. ഇതേതാണ്ട് അതേപോലെ എനിക്ക് തോന്നി.